എക്സസൈസ് 9.3 പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ 20th ആൻഡ് nth ടേംസ് ഓഫ് ദ GP 5/2, 5/4, 5/8 etc. Okay, we have to find 20th and nth term of given GP. Now GP is 5/2, 5/2, 5/4, 5/8 etc. First term A is equal to 5/2. Common difference R is equal to second term divided by first term. That is 5/4 divided by 5/2. Second term divided by first term. Now this is 5/4 into reciprocal of 5/2. 5/4 divided by 5/2 ആയിരിക്കുന്നേ. അപ്പോൾ into എഴുതുന്ന സമയത്ത് 5/2ന്റെ reciprocal എഴുതണം. 2/5. So we can cancel 5 and a 2. So answer is 1/2. R is equal to 1/2. 5 cancel ചെയ്ത് പോകും. ഇപ്പോൾ 4ഉം 2 ഇവിടെ ഒരു 2 cancel ചെയ്ത് പോകും. ഒരു 2 അവിടെ ഉണ്ടാകും. So R is equal to 1/2. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി, കോമൺ റേഷ്യോ കിട്ടി. ഓക്കെ, A അറിയാം, R അറിയാം. So we can find A20. A20 equal to, we have AN equal to A R raised to n minus 1. A20 is A R raised to 19. Which is equal to A is 5/2, R is 1/2, 1/2 raised to 19, which is equal to 5/2, 1 raised to 19 divided by 2 raised to 19, 1 raised to 19 is 1, so 1/2 raised to 19, which is equal to 5 divided by 2 raised to 20, 2 raised to 1 into 2 raised to 19 is 2 raised to 20. X raised to m into x raised to n is x raised to m plus n. Okay, power add ചെയ്യണം. ഈ എക്സ്പോണന്റ് തമ്മിൽ ആഡ് ചെയ്യണം. m plus n വരും. 1 plus 19 which is equal to 20. So answer is 5 divided by 2 raised to 20. Now nth term, an equal to a r raised to n minus 1. A is 5/2, 5/2 is a is 5/2. So 5/2 into 1/2 raised to n minus 1. That is 5/2 into 1 divided by 2 raised to n minus 1. Okay, 1 raised to n minus 1 is 1. So we have 2 raised to n minus 1. That is 5 divided by 2 raised to n minus 1 plus 1. ഈ പവർ നമ്മൾ ആഡ് ചെയ്യണം. n minus 1 plus 1, which is equal to 5 divided by 2 raised to n. So nth term is 5 divided by 2 raised to n. Now second one, find the 12th term of a GP whose 8th term is 192 and the common ratio is 2. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 12th term ആണ്. A12 കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? Given 8th term A8 തന്നിട്ടുണ്ട്. Okay, A8 equal to 192 and common ratio R is equal to 2. രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. A8 equal to 192 and common ratio R is equal to 2. ഈ രണ്ട് കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A12 ആണ്. A12 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. We know that AN equal to A R raised to n minus 1. A12 equal to A into R raised to 11. പവർ ഒന്ന് കുറയും. ഇവിടെ 12 ആണെങ്കിൽ ഇവിടെ 11 വരും. AN is A R raised to n minus 1. A12 is A R raised to 11. എയുടെ വാല്യൂ നമുക്കറിയില്ല. എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ A12 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് A അറിയണം, A എന്താണെന്ന് അറിയണം. R തന്നിട്ടുണ്ട്, R is equal to 2 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? A8 തന്നിട്ടുണ്ട്. Given A8 equal to 192. This implies A8 is A R raised to 7. A8 is A R raised to 7, which is equal to 192. R is equal to 2. So A into 2 raised to 7 equal to 192. So A is equal to 192 divided by 2 raised to 7. A into 2 raised to 7 is 192. So A is equal to 192 divided by ഈ 2 raised to 7 ഇങ്ങോട്ടേക്ക് എടുക്കണം. അപ്പോൾ അത് ഡിനോമിനേറ്ററിലേക്ക് പോകും. ഡിവൈഡഡ് ബൈ 2 raised to 7. ഇനി നമ്മൾ ചെയ്യേണ്ടത് 192നെ 2ന്റെ മൾട്ടിപ്പിൾ പോലെ എഴുതണം. അതിന് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. 192നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ 192ന്റെ ഫാക്ടേഴ്സ് കിട്ടും. ഡിവൈഡ് 192 by 2. Okay, 9 into 2 is 18. So 12. 6 into 2 is 12. 4. Then 16. 8. Again by 2. 24.
ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെ ഇതുപോലെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. 192ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. 192 ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 6 ടൂസ് ഉണ്ട്. 2 റൈസ് ടു 6 ഇൻറ്റു 3 വരും. 192 ഈസ് ഈക്വൽ ടു 2 റൈസ് ടു 6 ഇൻറ്റു 3. ഇപ്പോൾ ഡിവൈഡ് ചെയ്യേണ്ടതാണ്. 192നെ ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെ അതിൻ്റെ സ്മോളസ്റ്റ് ഫാക്ടറായ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് പോകാം. ഓക്കെ, പ്രൈം നമ്പേഴ്സ് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം 3 ആണ് കിട്ടുന്നത്. സോ 2 റൈസ് ടു 6 ഇൻറ്റു 3. ഇവിടെ 2 എത്ര ടൂസ് ഉണ്ട് നോക്കാം. ഓക്കെ, ഇവിടെ 6 ടൂകളായിരിക്കുന്നത്. സോ 2 റൈസ് ടു 6, അവസാനം ഒരു 3യും കൂടി ഉണ്ട്. 2 റൈസ് ടു 6 ഇൻറ്റു 3. So this is equal to 2 raised to 6 into 3 divided by 2 raised to 7. 192 is 2 raised to 6 into 3 divided by 2 raised to 7. Now we can cancel 2 raised to 6. So 3 by 2. 2 raised to 6 ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു 2 ബാക്കി ഉണ്ടാകും. സോ a is equal to 3 by 2. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് a12. a12 is equal to a r raised to 11. a is 3 by 2. R is 2. Okay, A is 3 by 2, R is 2. So, A R raised to 11, 3 by 2, 2 raised to 11. That is 3 into 2 raised to 10. ഇവിടെ നിന്ന് ഒരു 2 ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ, 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 ഇവിടെ ഉണ്ട് ഡിനോമിനേറ്ററിൽ. ഇവിടെ 2 raised to 11 ഉണ്ട്. അപ്പോൾ അത് 2 raised to 10 ആയിട്ട് വരും. സോ 3 into 1024, 3072. Now third one. The 5th, 8th and 11th terms of a GP are P, Q and S respectively. Show that Q square equal to PS. ഇത് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചതായിരുന്നു. The 5th, 8th and 11th terms are P, Q and S respectively. Show that Q square equal to PS. വളരെ ഈസിയാണിത്. 5th ടേം തന്നിട്ടുണ്ട്, 8th ടേം തന്നിട്ടുണ്ട്, 11th ടേം തന്നിട്ടുണ്ട്. അത് പി ക്യു എസ് ആണ്. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് ആണ്. Given that A5, 5th term is P, A8 is equal to Q and 11th term A11 is equal to S, we have to show that Q square equal to P into S. Now A5, we know that an is a r raised to n minus 1. A5 is a r raised to 4. So a r raised to 4 is P. A8 is a r raised to 7 which is equal to Q. A11 is a r raised to 10 which is equal to S. Okay. Now Q square. Let us find Q square. Q is equal to a r raised to 7. So Q square is a r raised to 7 whole square. Q is a r raised to 7. So Q square is a r raised to 7 whole square, which is equal to a square into r raised to 7 whole square. That is a square into r raised to 14. X raised to m whole raised to n is x raised to mn, m into n. X raised to 7, r raised to 7 whole square. That is r raised to 7 into 2 which is 14. So we have a square into r raised to 14. Now consider P into S. നമ്മൾ ആദ്യം Q square കണ്ടുപിടിച്ചു. ഇപ്പോൾ PS കണ്ടുപിടിക്കാൻ പോവാണ്. P into S. P is equal to a r raised to 4. a r raised to 4 and S is equal to a r raised to 10. a into r raised to 10. Now a into a is a square. r raised to 4 into r raised to 10 is r raised to 4 plus 10. Power add ചെയ്യണം. 4 plus 10. So that is a square r raised to 14. Okay. ഇനി ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് equation 1 and 2. Now from equations 1 and 2 എന്താ നമുക്ക് കിട്ടുക? 1 ഉം 2 ഒന്ന് കമ്പയർ ചെയ്തേ. അതിൻ്റെ ആർ എച്ച് എസ് ഇവിടെ എ സ്ക്വയർ ആർ റൈസ് ടു 4, ഇവിടെയും എ സ്ക്വയർ ആർ റൈസ് ടു 4 ആണ്. ആർ എച്ച് എസ് ഈക്വൽ ആണ്, അതുകൊണ്ട് നമുക്ക് എൽ എച്ച് എസ് ഇക്വേറ്റ് ചെയ്യാം. സോ ഗെറ്റ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ്. ഹെൻസ് ദ പ്രൂഫ്. Okay, Q square equal to PS. Now fourth one, the fourth term of a GP is square of its second term. That is A4 equal to A2 square. ഇതാ തന്നിരിക്കുന്നത്. Fourth term of a GP is square of its second term. Square of its second term. And the first term A is equal to minus 3. First term തന്നിട്ടുണ്ട് A is equal to minus 3.
ഡിറ്റർമിൻ ഇറ്റ്സ് എ സെവൻത്ത് ടേം. A7 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A7. അപ്പോൾ A7 ഏതൊരു ടേം കണ്ടുപിടിക്കാനും നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ANS AR⁻n−1. ഒരു ടേം കണ്ടുപിടിക്കാൻ നമുക്ക് A അറിയണം, R അറിയണം. രണ്ട് കാര്യങ്ങൾ വേണം. A തന്നിട്ടുണ്ട് ഇവിടെ, A = -3 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തും കൂടി കണ്ടുപിടിക്കണം, ആറും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അതിനാണ് ഈ കണ്ടീഷൻ ഇരിക്കുന്നത്. ഈ ഫസ്റ്റ് കണ്ടീഷൻ ഇരിക്കുന്നത് 6 കണ്ടുപിടിക്കാനാണ്. എന്താ കണ്ടീഷൻ? A4 = A2². A4 = A2² and given A is equal to -3. First term is -3 and we have to find A7. A7 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. A4 is AR⁻3. AN is AR⁻n−1. പവർ ഇവിടെ ഒന്ന് കുറയണം, n ഉള്ളത് ഇവിടെ n−1 ആകും. A4 is AR⁻3. A2 is AR. A2 is A into R. A2². So AR³ = A² into R². AR² is A² into R². So R³ divided by R² equal to A² divided by A. ഇവിടുത്തെ എനെ RHSലേക്ക് എടുത്തു, ഇവിടെ ഇരിക്കുന്ന R² LHSലേക്ക് എടുത്തു. R³ divided by R² equal to A² divided by A. R³ by R² is R. ഓക്കെ, ഇവിടെ 3 പ്രാവശ്യം R ഉണ്ട്, ഇവിടെ 2 പ്രാവശ്യം R ഉണ്ട്. ആ 2 R ക്യാൻസൽ ചെയ്തു പോകും. A² by A, മുകളിൽ 2A താഴെ 1A ഉണ്ട്. അപ്പോൾ 1A ക്യാൻസൽ ചെയ്യാം, ഇവിടെ 1A ഉണ്ടാകും. R is equal to A and we know that A is equal to -3. So R is equal to -3. So here we have A is equal to -3 and R is also -3. R is equal to A which is equal to -3. So R is equal to -3. ഇനി നമുക്ക് A7 കണ്ടുപിടിക്കാം. A7 equal to AR⁻6. That is -3 into -3 raised to 6. That is -3 into 3 raised to 6. -3 raised to 6 is 3 raised to 6. Which is equal to minus of 3 raised to 7. Minus of 3 raised to 7. ഇനി 3 raised to 7ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, -3 into 3 into 3 into ഓക്കെ കണ്ടുപിടിക്കാം. 9 into 9 into 9 minus of 9 into 9 into 9 into 3 which is equal to -729. 9³ is 729 into 3 which is equal to -2187. Okay, so answer is -2187. അപ്പോൾ A7 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. Now fifth one, which term of the following sequence A 2 √2 4 etc. is 128? ഈ സീക്വൻസിലെ ഏതോ ഒരു ടേം തന്നിട്ടുണ്ട്. ഓക്കെ, 2 √2 4 etc. എന്ന് പറഞ്ഞാൽ GPയുടെ ഏതോ ഒരു ടേം ആണ് 128. അത് എത്രാമത്തെ ടേം ആണ്? AN = 128 തന്നിട്ടുണ്ട്. n എന്താ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ടേം ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് 2 √2 4 etc. is 128. അപ്പോൾ ഇതിൽ 3 പ്രോബ്ലംസ് ഉണ്ട്, ABC. നമുക്ക് ഓരോന്ന് എടുത്തിട്ട് തരാം. nth ടേം തന്നിട്ടുണ്ട്, n ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സീക്വൻസസ് 2 √2 4 etc. Term AN is 128. Now from the given sequence A is equal to 2, R is equal to second term divided by first term 2 √2 divided by 2 which is equal to √2. 2 cancel ചെയ്തു പോകും, √2. So A is equal to 2 and R is equal to √2 and given AN equal to 128. AN is AR⁻n−1 which is equal to 128. AN എന്ന് വെച്ചാൽ AR⁻n−1 ആണ്. That is equal to 128. Now substitute value of A and R. A is 2, R is √2. So 2 into √2 raised to n−1 equal to 128. So √2 raised to n−1 equal to 128 divided by 2 which is equal to 64. Okay, 64. Now the 64 is 4 into 4 into 4. 4 is 2 square. So 2 square into 2 square into 2 square which is equal to 2 raised to 6. പക്ഷെ ഇവിടെ ഇരിക്കുന്നത് √2 raised to n−1 ആണ്. √2ലേക്ക് കൊണ്ടുവരണം. ഇവിടെ 2 ആണിരിക്കുന്നത്. ഈ 2വിനെ നമുക്ക് √2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം.
2 is equal to root 2 whole square. So this is equal to root 2 whole square raised to 6. 2 is root 2. So root 2 whole square raised to 6, which is equal to root 2 raised to 2 into 6, which is 12. Root 2 raised to 12. Okay, നമ്മൾ ആദ്യം ഈ 128 by 2 കൊണ്ട് 64 ആക്കി. 64 എന്ന് വെച്ചാൽ 2 raised to 6 ആണ്. 2 raised to 6 ആണ്. root 2 raised to 12 ആണ്. കാരണം ഈ 2 എന്ന് പറയുന്നത് root 2 square ആണ്. root 2 square whole raised to 6, which is root 2 raised to 2 into 6, which is 12. So root 2 raised to n minus 1 is root 2 raised to 12. ഇവിടെ ബേസ് root 2 ആകുമ്പോൾ ഇവിടെ നമ്മൾ root 2ലേക്ക് തന്നെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് പവർ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ബേസ് സെയിം ആക്കിയാൽ മാത്രമേ പവർ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ബേസ് രണ്ടും സെയിം ആണ്, root 2 ആണ്. So we can equate power exponent. So n minus 1 equal to 12. So what is n? N is equal to 13. So answer is 13. Now second one, root 3 root 3 etc. Nth term is an is 729. n കണ്ടുപിടിക്കണം. ഇത് എത്രാമത്തെ ടേം ആണ് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ സീക്വൻസിൽ വരുന്ന ഒരു ടേം ആണ് 729. അത് എത്രാമത്തെ ടേം നമുക്ക് ഇപ്പോൾ അറിയില്ല. ഇതിങ്ങനെ കുറേ എഴുതാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ആ n കണ്ടുപിടിക്കാൻ അറിയാം. nth ടേമിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് n കണ്ടുപിടിക്കാൻ പറ്റും. Now given sequence is root 3 3 3 root 3 etc. So first term a is equal to root 3. Common ratio r is second term divided by first term. R is second term divided by first term. a2 by a1. 3 divided by root 3. Now this 3 we can write it as root 3 into root 3. 3 is equal to root 3 into root 3 divided by root 3. അപ്പോൾ ഒരു റൂട്ട് 3 ക്യാൻസൽ ചെയ്തു പോകും. റൂട്ട് 3 എന്ന് കിട്ടും. ഓക്കെ, റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ആണ് 3 കിട്ടുന്നത്. 3 ഇൻറ്റു റൂട്ട് 3 ആണ് 3 റൂട്ട് 3 എന്ന് കിട്ടുന്നത്. സോ കോമൺ റേഷ്യോസ് റൂട്ട് 3. ഇപ്പോൾ എ എൻ തന്നിട്ടുണ്ട്. എ എൻ ഇസ് എ ആർ റേസ് ടു എൻ മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 729. nth ടേം തന്നിട്ടുണ്ട്. നമ്മൾ n കണ്ടുപിടിക്കണം. എ എൻ ഇസ് എ ആർ റേസ് ടു എൻ മൈനസ് 1. എ ഇസ് റൂട്ട് 3. R is root 3. So root 3 into root 3 raised to n minus 1 equal to 729. Now root 3 raised to 1 into root 3 raised to n minus 1 is root 3 raised to n minus 1 plus 1. Base same ആണ്, power add ചെയ്യാം. root 3 raised to 1 into root 3 raised to n minus 1 is root 3 raised to n minus 1 plus 1 which is equal to 729. So root 3 raised to minus 1 plus 1 cancel ചെയ്ത് പോകും, n എന്ന് വരും. ഓക്കെ, root 3 raised to n is 729. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 729നെ root 3യുടെ ഒരു പവർ വരുന്ന പോലെ എഴുതണം. ഈ പവറാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അത് ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നത് 729 എന്ന് പറയുന്നത് 9 into 9 into 9 ആണ്. 9 ക്യൂബ് ആണ് 729. അല്ലെങ്കിൽ 9 into 9 81 വരും. 81 into 9 ആണ് 729. Okay, 81 into 9 or 9 into 9 into 9. Now this 9 is 3 square. 3 square into 3 square into 3 square. 3 raised to 2 into 3 raised to 2 into 3 raised to 2 is 3 raised to 2 plus 2 plus 2. That is 3 raised to 6. 3 raised to 6 എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ 3നെ root 3 square എന്ന് എഴുതാം. 3നെ നമുക്ക് എങ്ങനെ എഴുതാം? root 3 square. root 3 square is 3. So 3നെ root 3 square എന്ന് എഴുതണം. 3 raised to 6 is root 3 square whole raised to 6 which is equal to root 3 raised to 12. അപ്പോൾ നമുക്ക് ഈ 729നെ root 3ലേക്ക് കൊണ്ടുവരാൻ പറ്റി. 729 is root 3 raised to 12. 729 is 3 raised to 6 which is equal to root 3 raised to 12. So root 3 raised to n equal to root 3 raised to 12. Okay, base same ആക്കി മാറ്റി. So n is equal to 12. Value of n is 12. Now third one, 1 by 3, 1 by 9, 1 by 27 etc. is 1 by 19683. nth term തന്നിട്ടുണ്ട്. an equal to 1 divided by 19683. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് n എത്രാമത്തെ ടേം ആണ്. ഈ തന്ന ടേം എത്രാമത്തെ ടേം n ആണ് കണ്ടുപിടിക്കേണ്ടത്. Here first term is 1 by 3 and common ratio r is equal to
second term divided by first term 1 by 9 divided by 1 by 3, that is 1 by 9 into 1 by 3 reciprocal എഴുതണം. ഡിവൈഡഡ് ബൈ 1 by 3 ആണ്. ഇൻറ്റു എഴുതുന്ന സമയത്ത് 1 by 3 റെസിപ്രോക്കൽ 3 by 1. അപ്പോൾ ഒരു 3 ക്യാൻസൽ ചെയ്ത് പോകും, 1 by 3 എന്ന് കിട്ടും. ഓക്കെ, 9 is 3 into 3. ഇപ്പോൾ ഒരു 3 ക്യാൻസൽ ചെയ്യാം, 1 by 3 എന്ന് കിട്ടും. സോ a is equal to 1 by 3 and r is equal to 1 by 3. Nth term an equal to 1 by 19683. Nth term is a r raised to n minus 1, which is equal to 1 by 19683. A is 1 by 3, r is 1 by 3, r raised to n minus 1, 1 by 3 raised to n minus 1 equal to 1 by 19683. ഇപ്പോൾ ഇവിടെ നോക്കിയേ, 1 ഡിവൈഡഡ് ബൈ 3 raised to ഇവിടെ പവർ 1 ആണ്, അതിൻ്റെ കൂടെ ഈ n minus 1 ആഡ് ചെയ്യണം. 1 by 19683. ഡിനോമിനേറ്ററിൽ ഇവിടെ 3 ഉണ്ട്, ഇവിടെ ഡിനോമിനേറ്റർ 3 raised to n minus 1. 1 raised to n minus 1 is 1. 3 raised to n minus 1. So 3 into 3 raised to n minus 1, which is 3 raised to 1 plus n minus 1. So we get 1 divided by, ഈ 1 minus 1 cancel ചെയ്ത് പോകും, 3 raised to n equal to 1 divided by 19683. ഇപ്പോൾ ഈ 19683നെ 3 raised to n പോലെ 3യുടെ ഒരു പവർ ആയിട്ട് എഴുതണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് 19683നെ 3 കൊണ്ട് ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെ ഡിവൈഡ് ചെയ്യണം. 3 അതിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. 3 raised to n ആ ഒരു ഫോമിലേക്ക് നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 into 6 is 18. അപ്പോൾ ഇവിടെ 6 ആണ് എഴുതേണ്ടത്. 18 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 ഉണ്ടാകും, 16. 3 into 5 is 15. 18 വരും, 6 വരും, ലാസ്റ്റ് ഒരു 3 ഉണ്ട്, അവിടെ 1 വരും. ഓക്കെ, കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം. ഇതേ മെത്തേഡിലൂടെ ഇതുപോലെ ചെയ്യണം. ഈ ആൻസർ കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാം. 19683നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 6561 എന്ന് കിട്ടും. എഗെയിൻ ഡിവൈഡ് ദിസ് നമ്പർ ബൈ 3. ഓക്കെ, കിട്ടുന്ന ആൻസറാണ് നമ്മൾ എഴുതേണ്ടത്. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. അപ്പോൾ 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. 5ൽ ഒരു പ്രാവശ്യമാണ്, 26 വരും. 26 എന്ന് പറയുമ്പോൾ 8 into 3 24 വരും. 21 ഉണ്ടാകും, 7 വരും. 7 into 3 21 ആണ്. Again dividing by 3, 7, 2, 9. Okay, 7 into 3 is 21. അപ്പോൾ 8ൽ 2 പ്രാവശ്യം 27 വരും, 9 വരും. Again divide 729 by 3. 2, 4, 3. 8, 1. 2, 7. 3, 3. അപ്പോൾ ഇവിടെ എത്ര 3s ഉണ്ട് നോക്കാം. ഇവിടെ മുതൽ എണ്ണണേ, അല്ലെങ്കിൽ ഒരു 3 കൊണ്ട് ഇവിടെ 1 വരെ വരും, അല്ലെങ്കിൽ ഇത്ര നിർത്തിയിട്ട് ഈ 3യും കൂടി എണ്ണണം. 1, 2, 3, 4, 5, 6, 7, 8, 9. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by 3 raised to 9. ഓക്കെ, 3 9 പ്രാവശ്യം വരുന്നുണ്ട് അവിടെ. 3 raised to 9. സോ 1 by 3 raised to n is 1 by 3 raised to 9. സോ 3 raised to n is 3 raised to 9. റെസിപ്രോക്കൽ എടുത്തു രണ്ട് സൈഡും. ഓക്കെ, 1 by 3 raised to n is 1 by 3 raised to 9. Taking reciprocal we get 3 raised to n equal to 3 raised to 9. So n is equal to 9. So answer is 9. Now sixth one. For what values of x the numbers minus 2 by 7, comma x, comma minus 7 by 2 are in GP. Three terms a, b, c are in GP if second term divided by first term b by a equal to third term divided by second term. Third term divided by second term. ഇതാണ് കണ്ടീഷൻ. ഈ തന്നിരിക്കുന്ന 3 ടേംസ് ജി പിയിലാവണമെങ്കിൽ മൈനസ് 2 by 7 എക്സ് മൈനസ് 7 by 2 ഈ 3 ടേംസ് ജി പിയിലാവണമെങ്കിൽ സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ മൈനസ് 2 by 7, സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ഈക്വൽ ടു തേർഡ് ടേം ഡിവൈഡ് ബൈ സെക്കൻഡ് ടേം മൈനസ് 7 by 2 ഡിവൈഡ് ബൈ എക്സ്. ഇതാണ് കണ്ടീഷൻ. ഏത് തന്നിരിക്കുന്ന ഏത് നമ്പർ വേണമെങ്കിലും ആയിക്കോട്ടെ, അത് ജി പിയിലാവണമെങ്കിൽ കണ്ടീഷൻ എന്താ? A2 ഡിവൈഡ് ബൈ A1 ഈക്വൽ ടു A3 ഡിവൈഡ് ബൈ A2. ആ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം. സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ഈക്വൽ ടു തേർഡ് ടേം ഡിവൈഡ് ബൈ സെക്കൻഡ് ടേം. ഇനി എക്സിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക. എക്സ് ഇൻറ്റു എക്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ എക്സിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. എക്സ് ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 7 by 2. ഇവിടെ മൈനസ് 7 by 2 ഉണ്ട്, അത് എഴുതി. ഇനി ഈ ഡിനോമിനേറ്റർ ഇരിക്കുന്ന ടേമിനെ അപ്പുറത്തേക്ക് എടുത്തു. സോ മൈനസ് 7 by 2 ഇൻറ്റു മൈനസ് 2 by 7. എക്സ് ഇൻറ്റു എക്സ് ഇസ് എക്സ് സ്ക്വയർ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും.
7ഉം 7ഉം ക്യാൻസൽ ചെയ്ത് പോകും, 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഗെറ്റ് 1. ഓക്കെ, 7 7 ക്യാൻസൽ ചെയ്ത് പോകും, 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. സോ വാട്ട് ഈസ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് -1. രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും 1 മാത്രമേ നമ്മൾ മനസ്സിലേക്ക് വരും. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ രണ്ട് വാല്യൂസ് എഴുതണം. ഓക്കെ, എക്സ് സ്ക്വയർ ഈക്വൽ ടു 1. സോ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ -1. ഈ എക്സ് ഉള്ള സ്ഥലത്ത് 1 ആയാലും അത് ജി പി ആണ്, -1 ആയാലും ആ മൂന്ന് നമ്പേഴ്സ് ജി പി തന്നെയാണ്. +1ഉം വരാം, -1ഉം വരാം. അപ്പോൾ ഇതിന് രണ്ട് ആൻസർ ഉണ്ട്. എക്സ് ഈക്വൽ ടു 1 ആൻഡ് -1. Now next one, find the sum to indicated number of terms in each of the geometric progressions in questions 7 to 10. Seventh one, 0.15, 0.015, 0.0015 etc. 20 terms. 20 termsന്റെ സം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. S20 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. S20 സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ഗിവൻ ജി പി. ഇവിടെ തന്നിരിക്കുന്ന ജി പി ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, തന്നിരിക്കുന്ന ജി പി 0.15, 0.015, 0.0015 എക്സെട്ര. ഫസ്റ്റ് ടേം എ ഇസ് ഈക്വൽ ടു 0.15, 0.15 or 0.15. Common ratio R is equal to second term divided by first term. 0.015 divided by 0.15. Multiply numerator and denominator by 1000. Multiply numerator and denominator by 1000. കാരണം പോയിന്റിന് ശേഷം ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട്. ഓക്കെ, പോയിന്റിന് ശേഷം 3 ഡിജിറ്റ്സ് ഉണ്ട്. പോയിന്റിന്റെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ഗെറ്റ് 15 divided by 150. ഇവിടെ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇവിടെ 15 into 10 വരും. 0.15 into 100 is 15. ഇവിടെ 1000 ഉണ്ട്, അപ്പോൾ ഒരു 10ഉം കൂടി അവിടെ ഉണ്ടാകും. സോ 150. Now this is equal to 15 divided by 15 into 10. So cancelling 15 we get 1 by 10 or 1 by 10 0.1 എന്ന് എഴുതാം. 1 by 10 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.1 എന്ന് എഴുതാം. 0.1 or 0.1. 0.1. R is equal to 0.1. So we have A is equal to 0.15 and R is equal to 0.1. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് SN കണ്ടുപിടിക്കാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് S20 ആണ്. നമ്മൾ ആദ്യം SNന്റെ ഇക്വേഷൻ എഴുതാം. ഇവിടെ നോക്കി R less than 1 ആണ്. R less than 1 ആണ്. 0.1 ആണ് Rന്റെ വാല്യൂ. R is less than 1. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ 1 minus R raised to n divided by 1 minus R. Sn equal to A into 1 minus R raised to n divided by 1 minus R. A is equal to 0.15, 0.15, 1 minus 0.1 raised to n. n ഉള്ള സ്ഥലത്ത് ഇവിടെ നമ്മൾ എഴുതേണ്ടത് 20 ആണ്, കാരണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് S20 ആണ്. സോ n is 20 divided by 1 minus 0.1. Okay, S20 equal to A into 1 minus R raised to 20 divided by 1 minus R. S20 equal to Sn വരുമ്പോൾ A into 1 minus R raised to n divided by 1 minus R. S20 വരുമ്പോൾ ആ n ഉള്ള സ്ഥലത്ത് 20 ആണ് ഇരിക്കുന്നത്. A into 1 minus R raised to 20 divided by 1 minus R. അതാണ് ഇവിടെ മുകളിൽ എഴുതിയിരിക്കുന്നത്. 0.15, 1 minus 0.1 raised to 20 divided by 1 minus 0.1 which is equal to 0.9. 1 minus 0.1 is 0.9. അപ്പോൾ ഇവിടെ 0.15 ഉണ്ട്, ഡിനോമിനേറ്റർ 0.9 ഉണ്ട്. അപ്പോൾ നമുക്കിതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം പോയിന്റിന് ശേഷം മുകളിൽ 0.15 ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ 2 ഡിജിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 15 divided by 90 എന്ന് കിട്ടും. When we multiply 0.9 by 100 we get 90. 1 minus 0.1 raised to 20. ഓക്കെ, ഇവിടെ 15 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്. 15 into 6 ആണ് 90. സോ ആൻസർ ഇസ് 1/6, 1 minus 0.1 raised to 20. Okay, 1/6, 1 minus 0.1 raised to 20. Now next one, root 7, root 21, 3 root 7 etc. n terms. n termsന്റെ സം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Sn ആണ് കണ്ടുപിടിക്കേണ്ടത്. Here A, first term is root 7,
common ratio r is second term divided by first term, root 21 divided by root 7. Root 21 is root 7 into 21 നെ നമുക്ക് 7 into 3 എന്ന് എഴുതാം. Root 21 is root of 7 into 3. That is root 7 into root 3 divided by root 7. Root 7 cancel ചെയ്ത് പോകും. root 3 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് Sn ആണ്. Sn is equal to a into r raised to n minus 1 divided by r minus 1. a ഉള്ള സ്ഥലത്ത് root 7 എഴുതണം. r ഉള്ള സ്ഥലത്ത് root 3 എഴുതണം. Okay, r is root 3. r raised to n, root 3 raised to n minus 1 divided by r minus 1. r is root 3 minus 1. ഇതാണ് ആൻസർ. നമുക്ക് ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്ററിൽ റൂട്ട് 3 മൈനസ് 1 ആയിരിക്കുന്നത്. ഡിനോമിനേറ്ററിൽ റൂട്ട് 3 മൈനസ് 1 ഉണ്ട്. അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റൂട്ട് 3 മൈനസ് 1ൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് റൂട്ട് 3 പ്ലസ് 1 ആണ്. റൂട്ട് 3 പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും വേണം. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും റൂട്ട് 3 പ്ലസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്നത് റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആ ഫോമായിരിക്കുന്നത്. റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് 7. ഈ അവസാനത്തെ ടേമിനെ കൊണ്ടുവന്നിട്ട് ഞാൻ ആദ്യം എഴുതാൻ പോവാന്നേ. റൂട്ട് 3 പ്ലസ് 1 എഴുതി, അതിനുശേഷം റൂട്ട് 3 റേസ് ടു n മൈനസ് 1 എന്ന് എഴുതി. ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. 2 into 3 is equal to 3 into 2 എന്ന് എഴുതുന്ന പോലെ കമ്മ്യൂട്ടേറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി. റൂട്ട് 7 റൂട്ട് 3 പ്ലസ് 1 ദെൻ റൂട്ട് 3 റേസ് ടു n മൈനസ് 1. ഇനി ഡിനോമിനേറ്റർ ഒന്ന് ശ്രദ്ധിച്ചേ. റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. ഇപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ വരും. റൂട്ട് 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് വരും. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. റൂട്ട് 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. റൂട്ട് 3 സ്ക്വയർ ഇസ് 3, 1 സ്ക്വയർ ഇസ് 1. 3 മൈനസ് 1 ഇസ് 2. സോ ഡിനോമിനേറ്റർ ഇസ് 2. ഇതാണ് ആൻസർ. ഓക്കെ, റൂട്ട് 3 മൈനസ് 1 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി വിച്ച് ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. റൂട്ട് 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 3 മൈനസ് 1 വിച്ച് ഇസ് 2. സോ ഡിനോമിനേറ്റർ ഇസ് 2. ഇപ്പോൾ ഡിനോമിനേറ്റർ ഇതുപോലെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഡിനോമിനേറ്ററിൽ റൂട്ട് 3 മൈനസ് 1 ഉണ്ട്, അതിൻ്റെ കോഞ്ചുഗേറ്റ് റൂട്ട് 3 പ്ലസ് 1 സെയിം ടേം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഡിനോമിനേറ്റർ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാണ് ആൻസർ. നൗ നെക്സ്റ്റ് വൺ, 1 മൈനസ് എ സ്ക്വയർ മൈനസ് എ ക്യൂബ് എക്സെട്ര n ടേംസ്. n ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം, Sn കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം a is equal to 1, r is equal to second term divided by first term minus a by 1 which is equal to minus a. Okay, r is second term by first term minus a by 1 which is equal to minus a. Sn equal to ഇവിടെ r less than 1 ആണ്, മൈനസ് a ആണ്, ലെസ് ദാൻ 1 ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. r is less than 1. a into 1 minus r raised to n divided by 1 minus r. Okay, s is equal to a into 1 minus r raised to n divided by 1 minus r. a is 1, 1 minus r, r is minus a raised to n divided by 1 minus r, r is minus a. So answer is 1 minus a raised to n divided by 1 plus a. Now next problem, x cube, x raised to 5, x raised to 7 etc. n terms. n terms ന്റെ sum ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. Sn കണ്ടുപിടിക്കണം. First term a is x cube, common ratio r is equal to second term divided by first term x raised to 5 divided by x cube. Okay, അപ്പോൾ ഇവിടെ x cube വരെയുള്ള ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. മുകളിൽ x സ്ക്വയർ ബാക്കിയുണ്ടാകും. x raised to 5 divided by x cubes x square. Okay, so r is equal to x square. അപ്പോൾ നമുക്ക് Sn കണ്ടുപിടിക്കാം. Sn equal to x square ആണ്, a into r raised to n minus 1 divided by r minus 1. r is equal to x square. Now this is equal to x cube. a is x cube, so x cube into r raised to n, x square raised to n minus 1 divided by r minus 1. x square minus 1. a into a is x cube, r raised to n, x square raised to n minus 1 divided by x square minus 1. That is x cube
x square whole raised to n is x raised to 2n. x raised to 2n minus 1 divided by x square minus 1. ഇതാണ് ആൻസർ. Now 11th one. Evaluate sigma k equal to 1 to 11 2 plus 3 raised to k. അപ്പോൾ നമ്മൾ സിഗ്മ എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. സം ഓഫ് 11 ടേംസ് ആണ് ഇവിടെ. k equal to 1 to 11 ആണ്. kക്ക് നമ്മൾ 1 to 11 വരെ കൊടുക്കണം. സിഗ്മ എ ഐ ഈക്വൽ ടു 1 to n കൊണ്ട് ഉദ്ദേശിക്കുന്നത് a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an വരെയുള്ള ടേംസിൻ്റെ സം ആണ്. ആദ്യം ഐക്ക് 1 കൊടുത്താൽ a1 കിട്ടും, ഐക്ക് 2 കൊടുക്കുമ്പോൾ a2 കിട്ടും, ഐക്ക് n കൊടുക്കുമ്പോൾ ലാസ്റ്റ് ടേം an കിട്ടും. അതാണ് സം. സമ്മിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ സിഗ്മ ഉപയോഗിക്കും. ഓക്കെ, ഇവിടെ സിഗ്മ k ഈക്വൽ ടു 1 to 11 ആണ്. k ഉള്ള സ്ഥലത്ത് 1 to 11 കൊടുക്കണം. സിഗ്മ k ഈക്വൽ ടു 1 to 11 2 plus 3 raised to k ഈക്വൽ ടു k ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ നമുക്ക് 2 plus 3 raised to 1 കിട്ടും, 2 plus 3 എന്ന് കിട്ടും. k ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ 2 plus 3 raised to 2 എന്ന് കിട്ടും. ഓക്കെ, 2 plus 3 raised to kയിൽ k ഈക്വൽ ടു 2 കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് k ഈക്വൽ ടു 3 ആണ്. 2 plus 3 raised to k ഈ ടേമിൽ k ഈക്വൽ ടു 3 എന്ന് കൊടുക്കണം. 2 plus 3 raised to 3 എന്ന് കിട്ടും. അടുത്ത ടേം 2 plus 3 raised to 4. അങ്ങനെ ലാസ്റ്റ് ടേം അതായത് കേക്ക് നമുക്ക് 11 കൊടുക്കണം. അപ്പോൾ കിട്ടുന്നത് 2 plus 3 raised to 11 ആണ്. 2 plus 3 raised to k ഈ ടേമിൻ്റെ അകത്ത് k ഈക്വൽ ടു 1, k ഈക്വൽ ടു 2, k ഈക്വൽ ടു 3, k ഈക്വൽ ടു 4, അങ്ങനെ ലാസ്റ്റ് k ഈക്വൽ ടു 11 കൊടുക്കണം. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 plus 2 plus എക്സെട്ര. ഈ 2വിനെല്ലാം ഞാൻ ഒന്നിച്ചെടുത്തു. ഇവിടെ കുറേ 2s വരുമല്ലോ, 2 ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒന്നിച്ചെടുത്തു. അങ്ങനെ എത്ര 2കളുണ്ട് ഇവിടെ? ഈ 2 2 2 എത്ര എണ്ണം ഉണ്ട്? 1 to 11 ആണ്. കേക്ക് ഞാൻ കൊടുക്കുന്നത് 1 to 11 ആണ്. എത്ര 2 ഉണ്ടാകും? 11 ടേംസ്. 11 ടേംസ്. കേക്ക് 1 കൊടുക്കുമ്പോൾ k ഈക്വൽ ടു 1 ആകുമ്പോൾ ഒരു 2 കിട്ടും. k ഈക്വൽ ടു 2 വരുമ്പോൾ രണ്ടാമത്തെ 2 ഉണ്ട്. k ഈക്വൽ ടു 3 വരുമ്പോൾ മൂന്നാമത്തെ 2 കിട്ടും. k ഈക്വൽ ടു 11 വരുമ്പോൾ 11ാമത്തെ 2 ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടെ 2 plus 2 plus 2 11 ടേംസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന 3 വരുന്ന ടേംസ്, ആദ്യത്തേത് 3, രണ്ടാമത്തേത് 3 സ്ക്വയർ, പിന്നെ 3 ക്യൂബ്, 3 raised to 4 എക്സെട്ര 3 raised to 11 ഉണ്ട്. ഞാൻ ഇതിനൊരു ബ്രാക്കറ്റിൽ ഇടാൻ പോവാണ്. രണ്ടാമത്തെ ഈ സീരീസിനെ ഒരു ബ്രാക്കറ്റിൽ ഇട്ടു. 3 plus 3 സ്ക്വയർ പ്ലസ് 3 ക്യൂബ് പ്ലസ് 3 raised to 4 എക്സെട്ര പ്ലസ് 3 raised to 11. ഇനി ആദ്യത്തിൻ്റെ സമ്മ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 2 plus 2 plus 2 plus 11 ടേംസ് ഉണ്ട്. 2 plus 2 4 ആണ്. 2 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. 2 plus 2 plus 2 2 plus 2 plus 2 എന്ന് പറയുമ്പോൾ 2 into 3 ആണ്, 6 വരും. 3 പ്രാവശ്യം ആഡ് ചെയ്യുന്നത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 plus 2 plus 2 is equal to 2 into 3 ആണ്. അങ്ങനെയാണെങ്കിൽ 2 plus 2 plus എക്സെട്ര 11 ടേംസ് വന്നാൽ എന്താ ആൻസർ വരുന്നത്? 2 into 11 2 into 11 22. അപ്പോൾ ഈ ആദ്യത്തെ സീരീസിൻ്റെ സമ്മ് 22 ആണ്. 2 plus 2 plus 2 plus 11 ടേംസ്, ദാറ്റ് ഇസ് 2 into 11 22 എന്ന് വന്നു. അപ്പോൾ ആദ്യത്തെ സീരീസിൻ്റെ സമ്മ് 22 ആണ്. ഇനി രണ്ടാമത്തെ സീരീസ് ഒന്ന് ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ സീരീസ് ഒരു GP ആണ്. കാരണം ഇവിടുത്തെ ഫസ്റ്റ് ടേം 3 ആണ്. ഓക്കെ, 3 into 3 ആണ് 3 സ്ക്വയർ, 3 സ്ക്വയർ into 3 ആണ് 3 ക്യൂബ്, 3 ക്യൂബ് into 3 ആണ് 3 raised to 4. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അടുത്ത ടേം കിട്ടി. ഇവിടെ നിന്ന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത ടേം കിട്ടും. അതായത് കോമൺ റേഷ്യോ ഉണ്ട്. സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ഇസ് 3, തേർഡ് ടേം ഡിവൈഡ് ബൈ സെക്കൻഡ് ടേം ഇസ് 3. R is equal to 3. ഓക്കെ, A is 3, R is 3. അപ്പോൾ ഈ സീരീസ് എന്ന് പറയുന്നത് ഈ GPയുടെ 3 3 സ്ക്വയർ 3 ക്യൂബ് എന്ന് പറയുന്ന GPയുടെ 11 ടേംസിൻ്റെ സമ്മാണ്. S11 ആണത്. S11 ആണ് ഈ ബ്രാക്കറ്റ്. രണ്ടാമത്തെ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് S11 ആണ്. 11 ടേംസിൻ്റെ സമ്മാണ്. നമ്മൾ 11 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നത് A into R raised to n minus 1 divided by R minus 1. അങ്ങനെയാണ് സമ്മ് കണ്ടുപിടിക്കുന്നത്. n ഉള്ള സ്ഥലത്ത് 11 കൊടുക്കണം. S11 ആണ് നമ്മൾ ഈ ബ്രാക്കറ്റ്. ഓക്കെ, 3 plus 3 സ്ക്വയർ പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 3 raised to 11 എന്ന് പറഞ്ഞാൽ S11 ആണ്. S11 കണ്ടുപിടിക്കേണ്ടത് A into R raised to n minus 1 divided by R minus 1. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. In this, A is equal to 3, R is equal to 3, n is equal to 11. So 3 into
3 raised to 11 minus 1 divided by 3 minus 1. ഓക്കെ, രണ്ടാമത്തെ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഒരു ജി പി ആണ്, ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. എ ഈക്വൽ ടു 3, ആർ ഈക്വൽ ടു 3 ആണ്. S11 കണ്ടുപിടിക്കണം. S11 എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1. എ ഇസ് 3, ആർ ഇസ് 3, n ഇസ് 11 മൈനസ് 1 ഡിവൈഡ് ബൈ 3 മൈനസ് 1. ഇങ്ങനെയാണ് വന്നത്, അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. 3 ഇൻറ്റു 3 റേസ് ടു 11 മൈനസ് 1 ഡിവൈഡ് ബൈ 3 മൈനസ് 1. This is 22 plus 3 into 3 raised to 11 minus 1 divided by 2 whole divided by 3 minus 1. 3 minus 1 is 2. അതിനെങ്ങനെ എഴുതാം? 3 by 2 എന്ന് എഴുതാം. 3 by 2, 3 raised to 11 minus 1. ഓക്കെ, ഇതാണ് ആൻസർ. 22 plus 3 by 2 into 3 raised to 11 minus 1. എത്ര എഴുതിയ ആൻസർ? Now 12th one. The sum of first 3 terms of a GP is 39 by 10 and the product is 1. Find the common ratio and the terms. ഓക്കെ, ഈ ടൈപ്പ് ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അതേപോലെ ഇരിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് ഇതും. സമ്മ് തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം, ടേംസ് കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യത്തെ 3 ടേംസിൻ്റെ ഒരു ജി പിയുടെ ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മും പ്രൊഡക്റ്റും തന്നിട്ടുണ്ട്. നമ്മൾ എയും ആറും കണ്ടുപിടിച്ചിട്ട് ആ 3 ടേംസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജി പിയുടെ ഫസ്റ്റ് 3 ടേംസ് വെച്ചിട്ടുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ടേംസ് എടുക്കേണ്ടത് എ ബൈ ആർ എ ആർ ഇതുപോലെ എടുക്കണം. സം പ്രൊഡക്റ്റ് തന്ന പ്രോബ്ലം, ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ നമ്മൾ 3 ടേംസ് എടുക്കേണ്ടത് എ ബൈ ആർ എ ആർ. സം ഇസ് ഈക്വൽ ടു, സം ഇസ് 39 by 10, product is 1. Okay, sum 39 by 10, product is 1. Let terms of GP, first 3 terms of a GP are A by R, AR. A by R, AR. Sum is A by R plus A plus AR. Sum is equal to 39 by 10. And product A by R into A into AR which is equal to 1. അപ്പോൾ ഇവിടെ 6 ക്യാൻസൽ ചെയ്ത് പോകും, എ ക്യൂബ് എന്ന് കിട്ടും. എ ക്യൂബ് ഈക്വൽ ടു 1. സോ വാട്ട് ഈസ് എ? 1 ആണ്. എ ഈസ് ഈക്വൽ ടു 1. 1 ക്യൂബാണ് 1. എ ക്യൂബ് 1 വരുമ്പോൾ എ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇനി ആ എയുടെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിനെ 1 എന്ന് എടുക്കാം. എ ക്യൂബ് ഈക്വൽ ടു 1. സോ എ ഈസ് ഈക്വൽ ടു 1. 1 ബൈ ആർ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു ആർ ഈക്വൽ ടു 39 by 10. That is 1 by r plus 1. 1 into r is r. R is equal to 39 by 10. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം 1 ആയിരിക്കുന്നേ, ഇവിടെ ഡിനോമിനേറ്റർ r ആയിരിക്കുന്നേ. നമ്മൾ ഡിനോമിനേറ്റർ r എടുക്കണം. അപ്പോൾ 2 ടേംസിനെ, രണ്ടാമത്തെ മൂന്നാമത്തെ ടേംസിനെ r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 പ്ലസ് 1 ഇൻറ്റു r is r. r ഇൻറ്റു r is r സ്ക്വയർ ഈക്വൽ ടു 39 by 10. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10 ഇൻറ്റു 1 plus r square equal to 39 into r. 10 into 1 plus ഈ 10നെ ഇങ്ങോട്ടേക്ക് എടുത്തു. 10 into 1 plus r square equal to r-നെ ഇപ്പുറത്തേക്ക് എടുത്തു. 39r. That is 10 plus 10r plus 10r square equal to 39r. 10 കൊണ്ട് എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്തു. 10 plus 10r plus 10r square എന്ന് കിട്ടി. ഇനി 39r-നെ ഇപ്പുറത്തേക്ക് എടുത്തു. ഈ 39r-നെ ഇങ്ങോട്ടേക്ക് എടുക്കും. 10r square plus 10r minus 39r plus 10 equal to 0. That is 10r square plus 10r minus 39r ഉണ്ട്. 10r minus 39r is minus 29r plus 10 equal to 0 which is a quadratic equation. അത് സോൾവ് ചെയ്താൽ നമുക്ക് r-ൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, എന്താ ഇക്വേഷൻ? 10r square minus 29r plus 10. 10r square minus 29r plus 10 equal to, ഇത് സോൾവ് ചെയ്തിട്ട് r-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. r is equal to minus b plus or minus root of b square minus 4ac whole divided by 2a, where a is equal to 10, b is equal to minus 29 and c is equal to 10. So minus b is 29 plus or minus 29 square 841 minus 4 into 10 into 10 which is 400 divided by 2 into 10 that is 20.
സോ ദിസ് ഈസ് ഈക്വൽ ടു 29 പ്ലസ് ഓർ മൈനസ് റൂട്ടിൻ്റെ അകത്ത് 441 വരും. റൂട്ട് ഓഫ് 441 ഇസ് 21 ഡിവൈഡ് ബൈ 20. സോ ദിസ് ഇസ് ഈക്വൽ ടു 29, 30, 50. 50 divided by 20. Then 29 minus 21 is 8. 8 divided by 20. 50 by 20 is 5 by 2. ഇവിടെ നമുക്ക് 4 ക്യാൻസൽ ചെയ്യാം. 4 is common. So 2 by 5. So R is equal to 5 by 2 and 2 by 5. A യുടെ വാല്യൂ 1 ആണ്. Here A is equal to 1. First take R is equal to 5 by 2. Terms are A by R, A, AR. GP യുടെ 3 ടേംസ് നമ്മൾ എങ്ങനെയാണ് എടുത്തത്? A by R, A, AR. അപ്പോൾ ആ ടേംസ് തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. A by R എന്ന് പറയുമ്പോൾ 1 ഡിവൈഡ് ബൈ 5 by 2. A is 1, AR is 1 into 5 by 2. So terms of GP are 1 by 5 by 2. 5 by 2 ന്റെ റെസിപ്രോക്കൽ വരും 2 by 5. 2 by 5, 1 into 5 by 2 is 5 by 2. ഇനി നമ്മൾ രണ്ടാമത് A equal to 1 എടുക്കണം. R is equal to 2 by 5 എടുക്കണം. 2 by 5. So A by R, A, AR. ഈ 3 ടേംസ് കണ്ടുപിടിക്കണം. 1 by 2 by 5, 1 into 2 by 5. So terms of GP. First term 1 divided by 2 by 5. 2 by 5 ന്റെ റെസിപ്രോക്കൽ 5 by 2 വരും. പിന്നെ 1 വരും. 1 into 2 by 5, 2 by 5 വരും. ഇതാണ് 3 ടേംസ്. അപ്പോൾ ഈ ചോദ്യത്തിന് 2 ആൻസർ ഉണ്ട്. കാരണം ആറിന് 2 വാല്യൂസ് വരും. 5 by 2 വരും, 2 by 5 വരും. അപ്പോൾ 6 5 by 2 എടുത്താൽ നമുക്ക് കിട്ടുന്ന ടേംസ് 2 by 5, 1, 5 by 2. 6 2 by 5 എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേംസ് 5 by 2, 1, 2 by 5. ഈ ടൈപ്പ് പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് എക്സാമിന് ചോദിക്കും. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. സം തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എയും ആറും കണ്ടുപിടിച്ചു. അതിനുശേഷം ആ ടേംസ് നമ്മൾ കണ്ടുപിടിച്ചു. 2 ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കണേ. നമ്മളിപ്പോൾ എക്സസൈസ് 9.3 10 പ്രോബ്ലംസാണ് സോൾവ് ചെയ്തത്. എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കണം.